സ്വന്തം മകളെ ബാലെ നൃത്തം പഠിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ അമ്മ അവളുടെ കൈകൾ പിന്നിൽ നിന്ന് പിടിച്ച് അവളുടെ നടുവിന് ചവിട്ടി. അന്ന അപ്പോൾ തന്നെ കടുത്ത വേദനയിലായി. എങ്കിലും അവളുടെ അമ്മ അവളെ വിട്ടില്ല. ഒടുവിൽ ആ ശ്രമത്തിനിടയിൽ അവളുടെ നട്ടെല്ലൊടിഞ്ഞു. അനങ്ങാൻ കഴിയാതെ അവൾ നിലത്തു വീണ് കിടന്നു. പക്ഷെ അവളുടെ മുഖഭാവത്തിൽ ഒരുതരം ആശ്വാസമായിരുന്നു തെളിഞ്ഞത്. യാതൊരു കുറ്റബോധവുമില്ലാതെ അവളുടെ അമ്മ അന്നയുടെ ശരീരത്തിൽ ഒരു പാവയുടെ സംവിധാനം ഘടിപ്പിച്ചു. അങ്ങനെ അവൾ ഒരു പാവയായി തന്നെ മാറി. അതിനുശേഷം ഒരു മ്യൂസിക് ബോക്സിലെ പാവയെ പോലെ നൃത്തം ചെയ്യാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. 10 വർഷത്തിലേറെ കാലത്തിന് ശേഷം ചിലർ ആ പാവയെ കണ്ടെത്തുകയും വില്യം എന്ന് പറയുന്ന ഒരാൾ അതിനെ മൂടിയിരുന്ന വെള്ള വസ്ത്രം നീക്കം ചെയ്യുകയും ചെയ്തു. പഴകിയ പാവയായിരുന്നിട്ടും അതിലെ പെൺകുട്ടിക്ക് ഇപ്പോഴും ചെറുപ്പഭാവമായിരുന്നു. തുടർന്ന് ലൂസി എന്ന സ്ത്രീ പാവയുടെ അടിഭാഗത്തുള്ള ദ്വാരത്തിൽ ഒരു താക്കോൽ തിരുകി. അതിന് പ്രതികരണം എന്നോണം പാവ കറങ്ങാനും യന്ത്രസഹായത്തോടെ നൃത്തം ചെയ്യാനും തുടങ്ങി. നൃത്തം അവസാനിക്കാറായപ്പോൾ കണ്ണുകൾ അടഞ്ഞിരുന്നിട്ടും മറ്റൊരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പാവ മണം പിടിച്ച് ചുറ്റും നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ലൂസിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. എന്നാൽ കരുത്തയായ ലൂസി അവളെ തള്ളി മാറ്റുകയും അബോധാവസ്ഥയിലാക്കുകയും ചെയ്തു. ലൂസി അന്നയുടെ കണ്ണുകളെ മൂടിയിരുന്ന നൂലുകൾ മുറിച്ചു മാറ്റി അവൾക്ക് കാഴ്ചയും ബോധവും തിരികെ നൽകി. അതോടെ അന്ന ലൂസിയെ ആക്രമിക്കുന്നത് നിർത്തി.